ഞാനൊരു DYFI യൂണിറ്റ് സെക്രട്ടറിയാണ്. എവിടെ നിന്നാണ് വരുന്നത്? നിലമ്പൂരുള്ളതാണ്. CPM പ്രവർത്തനമാണോ? മുമ്പ് 2 കൊല്ലം മുന്നേ. 2 കൊല്ലം മുമ്പ് പാർട്ടി അംഗമായിരുന്നു. പാർട്ടി ഉപേക്ഷിച്ചു. എന്താണ് ഇപ്പോൾ വേദിയിലേക്ക് വരാൻ കാരണം അൻവർ ഉന്നയിച്ച ചോദ്യങ്ങൾക്കൊന്നും പാർട്ടി കറക്റ്റായിട്ട് മറുപടി തന്നിട്ടില്ല. പാർട്ടി സെക്രട്ടറിയോ അതോ മുഖ്യമന്ത്രിയോ ഒന്നും തന്നിട്ടില്ല. ഞാനൊരു DYFI യൂണിറ്റ് സെക്രട്ടറിയാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ കണ്ണംവെട്ടിക്കാവ് എന്നറിയും, മലപ്പുറം ജില്ലേൻ്റെ ലാസ്റ്റ് ആയിട്ടാണ്, രാമനാട്ടുകര അടുത്ത് ആണ് ഞാൻ ലാസ്റ്റ് ആയിട്ടാണ്. അപ്പോൾ കറക്റ്റായിട്ട് മറുപടി കിട്ടിയിട്ടില്ല. പാർട്ടി അൻവറിൻ്റെ അടുത്തിട്ട് പുറത്തിടുക എന്നല്ലാതെ, എന്നിട്ട് അൻവറിനെതിരെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കുക എന്നല്ലാതെ ഉന്നയിച്ച ചോദ്യങ്ങൾക്കൊന്നും കറക്റ്റായിട്ട് മറുപടി കിട്ടിയിട്ടില്ല. അതുകൊണ്ട് കറക്റ്റ് മറുപടി കിട്ടുന്നത് വരെ പാർട്ടിയിൽ നിന്ന് മാറി നിൽക്കാമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അൻവർഖാൻ്റെ യൂണിറ്റ് സെക്രട്ടറിയാണ് ഇപ്പോഴും നിലവിൽ ഞാൻ യൂണിറ്റ് സെക്രട്ടറിയാണ്. അപ്പോൾ കറക്റ്റ് മറുപടി കിട്ടാത്തതിൻ്റെ പേരിൽ അൻവർക്കൊക്കെ എന്താ സംസാരിക്കാനുള്ളതെന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് വന്ന ആളാണ്. അല്ലാതെ അൻവർഖനെ ഈ അൻവർ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി നൽകിയിട്ടില്ല എന്ന് തന്നെയാണ് വിശ്വസിച്ചത്. തീർച്ചയായിട്ടും മറുപടി കിട്ടിയിട്ടില്ല. അപ്പം അൻവർക്കൊക്കെ എന്താ പറയാനുള്ളതെന്ന് കൂടി കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു സദസ്സിലേക്ക് വന്നത്. പാർട്ടി അല്ലല്ല, അൻവറിനെ സ്നേഹിച്ചു വരാം. അൻവറിനെ സ്നേഹിച്ചു വരാം. എന്താണ് അൻവർ ഇങ്ങനെ സ്നേഹിക്കാൻ കാരണം? അൻവർ സത്യം പറയുന്നുണ്ട്, ഇപ്പോ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഉന്നയിക്കുന്ന ആരോപണം അടിസ്ഥാനം സൂപ്പർ. പാർട്ടിയിലൊക്കെ പ്രവർത്തിച്ചിരുന്ന ആളാണ്. പാർട്ടിയിൽ പ്രവർത്തിക്കുകയാണ്. അൻവർ ജയിച്ചപ്പോ 8 വർഷത്തിന് മുന്നേ ജയിച്ചപ്പോ ഞങ്ങൾ ഇവിടെ ആഹ്ലാദിച്ച് പ്രകടനം നടത്തിയ ആളുകളാണ്. ഇപ്പൊ പാർട്ടിന്റെ ഒപ്പമാണ് അൻവറിന്റെ ഒപ്പം. ഇപ്പൊ അൻവറിന്റെ ഒപ്പാണ്, പാർട്ടിന്റെ ഒപ്പം. അൻവർ സത്യത്തിന്റെ ഒപ്പാണ്, അൻവറിന്റെ ഒപ്പം സത്യത്തിന്റെ ഒപ്പാണ് ഞങ്ങൾ. അൻവർ സത്യത്തിന്റെ ഒപ്പാണ്. അപ്പൊ അൻവറിന്റെ കൂടെയാണ് ഞങ്ങളുള്ളത്. അതാണ്.